വയറലാൻ പോവാ യൂട്യൂബിലിടാനുള്ള സാധനമാണ്. വാലന്റൈൻസ് ഡേനെ കുറിച്ചുള്ള അഭിപ്രായം. ആകാശേട്ടോ, പ്രണയമുണ്ടോ? പ്രണയമുണ്ടോ? ഉറക്കപ്പറ. പ്രണയമുണ്ടോ? പ്രണയമുണ്ട്, പ്രണയിച്ചിട്ടുമുണ്ട്. പ്രണയമുണ്ട്, വളരെ നല്ല അഭിപ്രായം. പ്രണയമുണ്ട്. പ്രണയിനിയുടെ പേര് പറയാൻ ധൈര്യമുണ്ടോ? പേര് പറഞ്ഞോ ചേട്ടാ, പറയട്ടാ. ഞാൻ പറയുന്നില്ല. വിഷമം എല്ലാവർക്കും ഉണ്ടോ? നിങ്ങൾ പറഞ്ഞോ, കുഴപ്പമില്ല. ഗുഡ് ഓർ ബാഡ്? അച്ഛൻ കാണുവളുടെ. അച്ഛൻ കാണട്ടെ. അച്ഛൻ കാണും. അച്ഛൻ കാണണമല്ലോ. വിഷയാവണമല്ലോ. എങ്കിലല്ല അതിന്റെ ഒരു എന്തുള്ള പറയാ. അത് അങ്ങോട്ടിടെ അത് പറയും. പ്രണയമുണ്ടോ? ഇല്ല. പ്രണയമില്ല. ഉണ്ട്. ഇല്ല. ഉണ്ട്. അപ്പൊ എങ്ങനെയാണ്? ചുമ്മാ ചേട്ടൻ ജീവിതത്തിൽ അനുഭവത്തിലുള്ള പ്രണയം പറയാൻ പ്രണയിച്ചിട്ടില്ലേ? ഉമ്മ പറഞ്ഞാൽ മതി. ഒന്നില്ലടേ പറ. ഒന്നില്ല പോയില്ല. പ്രണയത്തെ പറ്റി എന്താ അഭിപ്രായം? താങ്കൾക്ക് പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ക്യാമ്പസിൽ ഇപ്പൊ ഇല്ല. എനിക്കില്ല. പ്രണയമില്ല. ഇവിടെ മെൽവിന് പ്രണയം ഉണ്ടോടാ? അപ്പൊ ഈ വാലന്റൈൻസ് ഡേ എങ്ങനെയാണ് ആവശ്യം? ഈ വാലന്റൈൻസ് ഡേ എനിക്ക് അറിയില്ല ആക്ച്വലി എന്ത് ചെയ്യണമെന്ന്. ആരൊന്ന് പ്രപ്പോസ് ചെയ്ത് നോക്കാം. എന്താണ് ആവശ്യം? എങ്ങനെയാണ് ഈ വാലന്റൈൻസ് ഡേ? പ്രത്യേകിച്ചൊന്നുമില്ല, കരുതിനും മെയിൻ പ്രശ്നം പ്രണയത്തിന് എന്ന് പറഞ്ഞാൽ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചറിയാൻ പറ്റാത്ത. ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ തേച്ചിട്ട് പോകുന്ന ടൈപ്പ്. ചൈനക്ക് 2 years വാറന്റി ഉണ്ട്. ഇതിനൊന്നും അതുപോലും ഇല്ല. ഞാൻ പ്രണയിച്ചതിനെ കല്യാണം താല്പര്യമുണ്ട്, ആരും അപ്രോച്ച് ചെയ്യുന്നില്ല. അല്ല, അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് ഇല്ല. വളരെ നല്ല അഭിപ്രായമാണ്. പ്രേമിക്കാതിരിക്കുക, കോളേജ് അടിച്ചു പൊളിക്കാം. പ്രേമിക്കുന്ന എല്ലാവരും പോസ്റ്റാണ് കോളേജിൽ. ബ്ലാക്കി, പ്രണയത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? പറഞ്ഞാൽ കൊള്ളാമുണ്ട്, പക്ഷെ പറയത്തില്ല. ഇങ്ങനെ പൊക്കി കൊണ്ടുവരൂ ക്യാമറ. വാലന്റൈൻസ് ഡേ എന്താണ് പരിപാടി? നല്ലൊരു കൊച്ചിനെ നോക്കി റോസാപ്പൂ കൊടുത്ത് ആഘോഷിക്കും. സാധാ എല്ലാവരും ആഘോഷിക്കുന്ന പോലെ. നല്ല വീട്ടുകാരൊക്കെ ഹാപ്പി ആയിട്ട് നല്ലൊരു റിലേഷൻ ആണെങ്കിൽ ഓക്കെ, സൂപ്പർ. വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ പ്രണയം നല്ലതാണ്, കല്യാണം കഴിക്കുമെങ്കിൽ മാത്രം. വാലന്റൈൻസ് ഡേക്ക് ഒരു പ്രപ്പോസൽ വന്ന് അക്സെപ്റ്റ് ചെയ്യൂ. It's like that. It's a day of love. വാലന്റൈൻസ് ഡേ വളരെ നല്ലതാണ്. കാരണം വർഷത്തിൽ ഒരു ദിവസമെങ്കിലും പ്രണയത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ, മനസ്സൊന്ന് പുഷ്പിക്കുന്ന ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിക്കാൻ സാധിക്കും. ബ്ലാക്ക് ഷർട്ട് ഇട്ടാലല്ലേ ഒറ്റ എലോണെന്ന്? ഏതാ? ബ്ലാക്ക് ആണല്ലേ? അങ്ങനെ എഴുതിയാലും മതി. ഷർട്ടിൽ എലോണം എഴുതിയിട്ടിരുന്നാലും മതി. പറയാം. നമ്മൾ കോളേജിലുള്ള ഒരു കുട്ടിയാണ്, പക്ഷേ എനിക്ക് അങ്ങോട്ടേ ഉള്ളൂ. തിരിച്ചില്ല. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് യൂണിയന്റെ പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ സർപ്രൈസ് ആണ്. അല്ല, വാലന്റൈൻസ് ഡേക്ക് ചെയ്യേണ്ട പ്ലാൻ എന്താണ്? പേഴ്സണൽ പ്ലാനില്ല. ഇപ്പൊ എല്ലാ പ്ലാനും യൂണിയനുമായിട്ട് ചേർന്നാണ് പോകുന്നത്. ഞാനിവിടെയും പുള്ളിക്കാരി വേറെ ജില്ലയിലുമാണ്. പ്രണയദിനം കമ്പോളവൽക്കരിച്ചിരിക്കുകയല്ലേ ഇന്ന് വാണിജ്യ സംസ്കൃതി ഉണ്ടാക്കിക്കൊണ്ടുവന്നൊരു ദിനമാണല്ലോ ഈ പ്രണയദിനം എന്ന് പറയുന്നത്. അമ്മയും അച്ഛനും സ്നേഹിക്കില്ല, സഹോദരന്മാരെ സ്നേഹിക്കില്ല. അതാണ് പ്രണയമാണ്. പ്രേമമാണ്. അതാണ് പ്രേമത്തെ പറ്റി എന്താണ് അഭിപ്രായം? പ്രേമം നല്ലൊരു പടമാണ്. മാരുവാൻസ് കോളേജ് കുറേ പെൺപിള്ളേരെ പ്രണയിക്കണം തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, അങ്ങോട്ട് സെറ്റ് ആവും. പ്രണയമുണ്ടോ? പിന്നെ ഉണ്ട്, തീർച്ചയായിട്ടും. ഉള്ളിന്റെ ഉള്ളിൽ അവളെ കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ഈ കോളേജിൽ പണിയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നിതാ വന്ന് നമ്മുടെ ബ്ലാക്ക് പ്രണയം ഉണ്ടെങ്കിൽ തന്നെ അതിനെ പ്രണയിച്ച് കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം. അത് ഈ പരിശുദ്ധമായ പ്രണയമായിരിക്കണം എന്നാണ് ആഗ്രഹം. വാലന്റൈൻസ് ഡേയിൽ എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഈ വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ എല്ലാ ആശംസകളും. എങ്കിലേ എന്നോട് പറ,
ഐ ലവ് യു.